ഒരു 3x3 മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണാൻ നോർമൽ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോസസ്സിൽ പോവുകയാണെങ്കിൽ ലെങ്തിയാണ്. അപ്പോൾ അതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. ഇത് പരീക്ഷയ്ക്ക് എഴുതിയാൽ മാർക്ക് കിട്ടാറുണ്ട്. അപ്പം മെത്തേഡ് കാണിച്ചു തരാം. ഇങ്ങനെ 3x3 മെട്രിക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മെട്രിക്സ് അതുപോലെ എടുത്ത് എഴുതാം. 1 3 3 1 4 3 1 3 4. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റത്തെ 2 റോ താഴത്തേക്ക് അതുപോലെ എടുത്ത് എഴുതാം. 1 3 3 ഇതായിരുന്നു ഫസ്റ്റ് റോ. അടുത്ത റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 4 3 ആണ്. അതും അതുപോലെ എടുത്ത് എഴുതാം. ഇനി റോ ചെയ്ത പോലെ തന്നെ കോളം ചെയ്യാം. ഫസ്റ്റത്തെ കോളം റൈറ്റ് സൈഡിൽ ഒന്നും കൂടെ എഴുതുക, എല്ലാം 1 ആണ്. രണ്ടാമത്തെ കോളം ഒന്നുകൂടെ എടുത്ത് എഴുതാം. 3 4 3 3 4. ഇതല്ല അഡ്ജോയിൻറ്റ്. ഇതൊരു 5x5 മെട്രിക്സിൻ്റെ രൂപത്തിലാണ് വരിക. 5 റോയും 5 കോളമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് അഡ്ജോയിൻ്റ് എടുത്ത് എഴുതാം. അല്ല, കോഫാക്ടർ ഉണ്ടാക്കാനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്. 2 സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടി വരുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഈ എഴുതിയെങ്കിലും ഈ ഫസ്റ്റത്തെ റോയും ഫസ്റ്റത്തെ കോളവും ആവശ്യമില്ല. നമുക്ക് ഈ ബാക്കിയുള്ള 4x4 ഈ 16 എലമെൻറ്റ്സ് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കോഫാക്ടർ മെട്രിക്സ് എഴുതാം. അല്ല, കുറച്ചും കൂടെ പെട്ടെന്ന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അഡ്ജോയിൻ്റ് എഴുതാം. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. കോഫാക്ടർ കാണാൻ എളുപ്പമാണ്. നമ്മൾ ആദ്യം ഈ 4 എലമെൻറ്റ് എടുക്കുക. ഒരു 2x2 മെട്രിക്സിൻ്റെ ഡിറ്റർമിൻ്റ് ആണ് എളുപ്പമല്ലേ. അപ്പോൾ ഇതൊരു 2x2 മെട്രിക്സ് പോലെയല്ല നിൽക്കുന്നത്. ഈ ഡിറ്റർമിൻ്റ് എന്താ വരിക? 4 × 4 4 16 മൈനസ് 3 × 3 9. നമുക്ക് എന്ത് എഴുതാം? 16 മൈനസ് 9 7 എഴുതാം. അടുത്തത് ഞാൻ ഇതെടുക്കുന്നു. ഇതൊരു 2x2 മെട്രിക്സ് അല്ലേ, ഡിറ്റർമിൻ്റ് ആണല്ലോ. 3 × 3 9 മൈനസ് 3 × 4 12. അപ്പോൾ 9 മൈനസ് 12 മൈനസ് 3. ഇനി ഇത് 2x2 ആണ്, കാണാമല്ലോ. 3 × 3 9 മൈനസ് 12 മൈനസ് 3. ഇതേപോലെ നമുക്ക് ഈ 4 എടുത്തിട്ടും ചെയ്യാം. അപ്പോൾ എന്ത് വരും? 3 × 1 3 4 × 1 4 3 മൈനസ് 4 മൈനസ് 1. ഈ 4 എടുത്തിട്ടും ചെയ്യാം. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. 4 മൈനസ് 1 4 3 മൈനസ് 1 3 4 മൈനസ് 3 1. അടുത്തത് ഈ 4 എടുത്തിട്ട് ചെയ്യാം. 3 × 1 3 3 × 1 3 3 മൈനസ് 3 0. ഇനിയുണ്ട്, ഈ 4 എടുത്തിട്ട് ചെയ്യാം. 1 × 3 3 1 × 4 4. അപ്പോൾ 3 മൈനസ് 4 മൈനസ് 1. അടുത്ത ഈ 4 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 3 × 1 3 3 × 1 3. അപ്പോൾ 3 മൈനസ് 3 0. ലാസ്റ്റ് 1 × 4 4 1 × 3 3 4 മൈനസ് 3 1. ഇപ്പോൾ കിട്ടിയത് നമുക്ക് കോഫാക്ടർ മെട്രിക്സ് ആണ്. കോഫാക്ടർ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്ജോയിൻ മെട്രിക്സ് എഴുതാൻ എളുപ്പമല്ലേ. ജസ്റ്റ് ട്രാൻസ്പോസ് എഴുതി കൊടുത്താൽ മതി. ഇതിന് തലതിരിച്ച് എഴുതുക. 7 മൈനസ് 3 മൈനസ് 3. ഇത് കോളം റോ ആയിട്ട് എഴുതാം. -1 1 0 -1 0 1ന് -1 0 1 എന്ന് നമ്മൾ റോ ആയിട്ട് എഴുതി. ഇങ്ങനെ അഡ്ജോയിൻറ്റ് കണ്ടുപിടിക്കാം ഒരു 3 മിനിറ്റ് കൊണ്ട്. 3 മിനിറ്റ് എടുക്കില്ല. ഓക്കെ, അല്ല, ഈ കോഫാക്ടർ എഴുതാനും മടിയുള്ളവർക്ക് ഡയറക്റ്റായിട്ട് അഡ്ജോയിൻറ്റ് എഴുതായിരുന്നു. നിങ്ങൾ ആദ്യം ഇത് വെച്ച് ചെയ്യും, എന്നിട്ട് ഇവിടെ 7 എഴുതി. അടുത്ത ഇത് വെച്ച് ചെയ്തിട്ട് അതിൻ്റെ താഴെയാണ് എഴുതുന്നത്. കോളം നിങ്ങൾ താഴത്തേക്ക് നോക്കിയിട്ട് താഴത്തേക്കാണ് എഴുതുന്നത്. അത് മാറ്റിയിട്ട് ഈ -3 ഇവിടെ എഴുതി കൊടുത്തിട്ട് -3 ഇവിടെ എഴുതുക, ഈ -3 ഇവിടെ എഴുതുക. അതായത് താഴത്തേക്ക് ചെയ്യുന്നെങ്കിലും ഇവിടെ എഴുതുമ്പോൾ വില എങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് അഡ്ജോയിൻറ്റ് കിട്ടും. അല്ല, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഒരു സ്റ്റെപ്പ് അധികം ചെയ്യാനല്ലേ. കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അഡ്ജോയിൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഓക്കെ, പിന്നെ ട്രാൻസ്പോസ് കാണണമെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനൊരു മെത്തേഡും കൂടെ ഉണ്ട് അഡ്ജോയിൻറ്റിന്.